ഇന്നലെ അറസ്റ്റിലായ മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെയും സംഘത്തെയും കോയമ്പത്തൂർ കോടതി ജൂൺ 3 വരെ റിമാൻഡ് ചെയ്തു. മറ്റു 3 പേർ കൂടി തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇവരുടെ പക്കൽ നിന്ന് 27 മൊബൈൽ ഫോണും അതോടൊപ്പം ഒരു ടാബും 2 പെൻ ഡ്രൈവുകളും 30,000 രൂപയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം ഇപ്പോൾ കോടതി രൂപേഷിനെയും ഷൈനയെയും മറ്റു 3 പേരെയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ വിഷയമാണ് ഇന്ന് നമ്മൾ ന്യൂസ് ആൻഡ് വ്യൂസിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ഫിലിപ്പം പ്രസാദ്, മുൻ നക്സലൈറ്റ് നേതാവാണ്. അതോടൊപ്പം തന്നെ യുവാക്കളുടെ പ്രതിനിധികളായി ഫക്രുദ്ദീൻ അലി, അതോടൊപ്പം രാഹുൽ ഈശ്വർ, രാഹുൽ പശുപാലൻ എന്നിവരും ചേരുന്നു. മാധ്യമപ്രവർത്തകരായ രാംദാസ് വയനാട്ടിൽ നിന്നും, സുനിൽകുമാർ തൃശ്ശൂരിൽ നിന്നും ചേരുന്നു. CPIM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ കോഴിക്കോട്ട് നിന്നും. നമുക്ക് ആദ്യം ശ്രീ ഫക്രുദ്ദീൻ അലിയിലേക്ക് തന്നെ വരാം. ഈ രൂപേഷുമാരും ഷൈനമാരും ഉണ്ടാവുന്നത് എങ്ങനെ? ഇവരുണ്ടാകുന്നൊരു സാമൂഹ്യ സാഹചര്യം കഴിഞ്ഞ ഒരു 60 വർഷക്കാലം നമ്മുടെ ഇന്ത്യയുടെ ഒരു പുരോഗതിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു യാത്രയുടെ താവഴികളിലാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. നമ്മൾ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കൊളോണിയൽ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചു, ഒരു ബൂർഷ്വാ ഡെമോക്രസിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഇവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇവിടെയുള്ള ക്ലാസ് സ്ട്രക്ചറിനെ പൂർണ്ണമായിട്ട് ചൈനയിലും സംഭവിച്ച പോലെ തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു പുനഃസൃഷ്ടിക്ക് വേണ്ടിയിട്ടല്ല ശ്രമിച്ചിരുന്നത്. ഇതിൻ്റേതായ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ്റുകൾ ഒരുപാട് ശ്രമിച്ചിട്ടും ഇപ്പം കേരളം ഒഴിച്ചിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിലൊന്നും തന്നെ വേണ്ട രീതിയിൽ ഈ പറഞ്ഞിട്ടുള്ള ഗുണഗണങ്ങൾ ഭൂഷാ ജനാധിപത്യത്തിന് നമ്മുടെ നേതൃ തൊട്ടുള്ള ഗവൺമെൻറ്റുകൾ ചിലവാക്കിയ പണമോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളൊന്നും വേണ്ട രീതിയിൽ താഴെ തട്ടിലെത്തിയിട്ടില്ല. ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ടിട്ടാണ് മാവോയിസ്റ്റ് എന്ന് കൃത്യമായി പറഞ്ഞാൽ അത് ചൈനയുടെ ഇൻഫ്ലുവൻസ് നിന്ന് ഉണ്ടാവുന്നതാണ്. മാവോയിസ്റ്റുകൾ എന്ന് ചൈനയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. ഈ സ്ട്രാറ്റജിക്കലായിട്ട് ഈ പെനിൻസുലയിലെ ഒരു ബാലൻസ് നിലനിർത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് ചൈനയ്ക്ക് ഇവിടെ ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഒരു പ്രത്യേക സാഹചര്യം വൈദേശിക ശക്തികൾ ഉപയോഗപ്പെടുത്തുകയും ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെ വേണം നമ്മൾ ഇതിനെ നോക്കി കാണാൻ. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ഒരു സംഭവമാണ്. കേരളത്തിൽ നമ്മൾ കഴിഞ്ഞൊരു 60 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം സമൂഹത്തിലെ അടിസ്ഥാന ഭാഗം മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇന്നും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മേഖലകളുണ്ട്. അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം തന്നെ ഒരു പുനരവലോകനം നടത്തുന്ന സമയത്ത് അവർ ഐഡൻറ്റിഫൈ ചെയ്ത ഫാക്ടേഴ്സാണ് ഫിഷർമാൻ കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ആദിവാസികൾ. ഈ മേഖലയൊന്നും തന്നെ നമ്മൾ വിചാരിച്ച അത്ര ഒരു മുന്നോക്കം ഒരു കുതിച്ചുചാട്ടം നമുക്ക് പോസിബിൾ ആയിട്ടില്ല. ഈ മേഖലകളിൽ തങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ആദിവാസികൾ, ഈ നക്സലൈറ്റുകളും അതുപോലെ തന്നെ ഇപ്പം മാവോവാദികളും. പക്ഷേ ഇതിൻ്റെ ഒരു വലിയൊരു പ്രോബ്ലം നമ്മൾ കിടക്കുന്നത് വെച്ചാൽ കേരളത്തിൻ്റെ ഒരു കോണ്ടക്സ്റ്റ്, ഒരു ക്ലാസിക്കൽ മുതലാളിത്ത സമൂഹം ഒരു വിപ്ലവത്തിലൂടെ സോഷ്യലിസത്തിലേക്ക് പോകാൻ നമ്മൾ കേട്ടിട്ടില്ല. ഫ്യൂഡൽ അത് ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടാവേണ്ടി വരും. ഇതുവരെയുള്ള ചരിത്രത്തിൽ അങ്ങനെയുണ്ട്. അതത്ര എളുപ്പമല്ല. ഒരു മുതലാളിത്ത സമൂഹം, പാർലമെൻ്ററി ജനാധിപത്യം ഈ അടിച്ചമർത്തപ്പെട്ട സാധാരണക്കാരൻ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ആ പ്രതീക്ഷകൾക്ക് പുറത്ത് അവൻ അങ്ങനെ ജീവിച്ചു പോകും. പക്ഷേ ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ബൂർഷ്വാ ജനാധിപത്യത്തിന് നല്ല വശങ്ങൾ പോലും ജനങ്ങൾ എത്തിയിട്ടില്ല. ഇന്ന് നമുക്കറിയാം UNDPയുടെ എല്ലാം കണക്കനുസരിച്ചിട്ട് ഇന്നും സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാൾ കൂടുതൽ ദരിദ്രർ വസിക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ ബീഹാർ ഉൾപ്പെടെയുള്ള ഗ്രാമപ്രദേശങ്ങൾ ബ്രാഹ്മണർ പോലും ശരീരം പൂർണ്ണമായി ദഹിപ്പിക്കാൻ പറ്റാതെ വിരൽ മാത്രം ദഹിപ്പിച്ചിട്ട് ശരീരം ഗംഗയിലേക്ക് എടുത്തെറിയുന്ന അനുഭവമുണ്ട്. അപ്പോൾ അവിടെയുള്ള ദളിതരുടെയും സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇത് സത്യത്തിൽ നമ്മുടെ ഭരണകൂടത്തിൻ്റെ പ്രശ്നം എന്നതിലുപരിയായിട്ട് ഈ ഭരണകൂടം കാലാകാലങ്ങളിൽ അലോട്ട് ചെയ്തിരുന്ന ഇവർക്കൊക്കെ വേണ്ടി ചെലവഴിച്ചിരുന്ന കാശ് അത് ഓരോ കുടുംബത്തെ എത്തി ഇവരൊക്കെ ലക്ഷാധിപതികളായി പോയി. ഇത് ബ്യൂറോക്രസിയും. ശ്രീ രാഹുൽ ഈശ്വറിലേക്ക് പോകുന്നു. രാഹുൽ ഈശ്വർ, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ രൂപേഷിന്റെയും ഷൈനയുടെയും പ്രത്യയശാസ്ത്രപരമായ പോരാട്ടമായി കാണാൻ സാധിക്കുമോ, അതോ വന്യമായ സ്വപ്ന സങ്കല്പങ്ങളാണോ? അതുപോലെ ഫക്രുദ്ദീൻ അലി പറഞ്ഞതുപോലെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഭരണകൂടമാണോ ഇതിനൊരു കാരണം? എങ്ങനെ വിലയിരുത്തുന്നു രാഹുൽ ഈശ്വർ? കൃത്യമായൊരു വാക്ക് കടമെടുത്താൽ സഖാവ് പിണറായി വിജയന്റെ വാക്ക് വിപ്ലവ വായാടിത്തം പോലെ ചില ആൾക്കാർക്ക് മതഭ്രാന്തുണ്ട്, അതേപോലെ ചില ആൾക്കാർക്ക് പ്രത്യയശാസ്ത്ര ഭ്രാന്തുണ്ട്. ഫക്രുദ്ദീൻ അലി ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ചൈന അവരുടെ ഫോറിൻ പോളിസിയുടെ ഭാഗമായി ഇന്ത്യയിൽ പലപ്പോഴും മാവോയിസ്റ്റ് സ്ട്രഗിളിനെ ഇന്റേണൽ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നുണ്ട്. 1. 2, ഇതിൽ പോകുന്ന പല ആൾക്കാരും വളരെ സിൻസിയറിറ്റി ഉള്ളവരാണ്. അതില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. സമത്വസുന്ദരമായ ഒരു ലോകം ഒരു സ്വപ്നം കാണുന്നവരാണ്. അവർക്കൊരു ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. പലപ്പോഴും നമ്മൾ ഈ കാണുന്ന ജനാധിപത്യത്തിലുള്ള സോഷ്യൽ കമ്മിറ്റ്മെന്റിനേക്കാൾ കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉള്ളവരാണ്. പക്ഷേ അവരുടെ ഐഡിയോളജി ഫ്ലോഡ് ആണെന്നും പലപ്പോഴും അല്ല ലോകം ചരിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം
മനസ്സിലാക്കാതെ എവിടെയോ ഒരു വിപ്ലവത്തിൻ്റെ വസന്തം വരും എന്ന് പറഞ്ഞ് പാവപ്പെട്ട നമ്മുടെ ആദിവാസികളെ ഷീൽഡാക്കി. ഇവരുടെ കണക്കുകൾ തന്നെ എടുക്കൂ. ഏകദേശം 1600 കോടി രൂപയാണ് ഇന്ത്യയിലെ മാവോയിസ്റ്റ് ഇൻഡസ്ട്രി നിലനിൽക്കുന്നത്. എത്രയോ റേപ്പുകൾ ഇവർക്കിടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എത്രയോ സറണ്ടർ ചെയ്യപ്പെട്ട മാവോയിസ്റ്റ് കമാൻഡർമാർ ഞങ്ങളെ റേപ്പ് ചെയ്തു എന്ന് അവിടുത്തെ പെൺകുട്ടികൾ പറയുന്നു. എത്രയോ ആദിവാസികൾ പറയുന്നു ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാതെ ഞങ്ങളെ പിടിച്ചു വെക്കുകയാണെന്ന്. ഇവരുടെ പ്രഖ്യാപിത നിലപാടെന്താ? 2050 ഇന്ത്യയിലെ ജനാധിപത്യം അട്ടിമറിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഡെമോക്രസി അട്ടിമറിക്കുന്ന പലപ്പോഴും മീഡിയയിലെ എസ്പെഷ്യലി കേരളത്തിലെ ഒക്കെ ഇടത് ചാഞ്ഞ് നിൽക്കുന്നവർക്ക് ഇന്നും അവരോടൊരു റൊമാൻറ്റിക്കായ സോഫ്റ്റ് കോർണർ ഉണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവർക്ക് നാളെ ഭരണം കിട്ടിയാൽ ഈ മാധ്യമങ്ങളെ പോലും ഇത്തരം സ്വാതന്ത്ര്യത്തോടെ ചർച്ച ചെയ്യാൻ വിടുമോ? അപ്പോൾ കുറേയൊക്കെ നല്ല വശങ്ങളുള്ള, മനസ്സിൽ നന്മയുള്ള, എന്നാൽ ബൗദ്ധികമായ ഫ്ലോഡായ, ഇന്റലക്ച്വലിയും സയന്റിഫിക്കലിയും സോളിഡ് ബേസ് ഇല്ലാത്ത ഗതകാലത്തിൻ്റെ പിന്തിരിപ്പനായ മാവോയിസ്റ്റ് ഐഡിയോളജി മുന്നിൽ നിർത്തിക്കൊണ്ട് ആധുനിക കാലത്തിലെ വെല്ലുവിളികൾ നേരിടാം എന്ന് വ്യാമോഹിക്കുന്ന കുറേ വഴിതെറ്റിയ ചെറുപ്പക്കാരാണ്. ചിലർ അക്രമത്തിലേക്ക് പോകുന്നു, ചിലർ ക്രിമിനൽ വാസത്തിലേക്ക് പോകുന്നു, ചിലർ ടെററിസം എക്സ്ട്രീമിസ്റ്റിലേക്ക് പോകുന്നു. ആ രീതിയിൽ പശുപതി മുതൽ തിരുപ്പതി വരെ വ്യാപിച്ചു കിടക്കുന്ന റെഡ് കോറിഡോറിനെ 2 പ്രോങ് സ്ട്രാറ്റജിയിൽ തന്നെ നേരിടണം. അവിടെ ഡെവലപ്മെന്റ് വേണം, മറുവശത്ത് ശക്തമായ ഫോഴ്സ് കൊണ്ട് ഇന്റർവെൻഷൻ വേണം. ഇത്തരക്കാരെ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യുന്നൊരു നിലപാടെടുക്കരുത്. ഒരു വരി മാത്രം, റേപ്പുകൾ സംഭവിക്കുന്നത് പെൺകുട്ടികളുടെ വസ്ത്രങ്ങൾ കാരണമല്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ മാവോയിസം സംഭവിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ തെറ്റുകളുണ്ട്, അത് കാരണമല്ല. ആ തെറ്റുകളെ തിരിച്ചു വരാം. ഇപ്പോൾ നമ്മോടൊപ്പം ഇപ്പോൾ വയനാട്ടിൽ നിന്ന് മാധ്യമപ്രവർത്തകനായ രാംദാസ് ചേരുന്നു. രാംദാസ്, ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ കാലഹരണപ്പെട്ട ഒരു തത്വശാസ്ത്രം ആയി മാവോയിസത്തെ ഒക്കെ കാണുന്നതിനൊപ്പം തന്നെ നമുക്കറിയാം മറ്റു തരത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്നവരെ, മനുഷ്യാവകാശ പ്രവർത്തകരെ ബ്രാൻഡ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്, ഇല്ലേ? ഒരു വളരെ വ്യക്തമായ ഒരു കാര്യം നേരത്തെ ആ ചർച്ചയിൽ പങ്കെടുത്തയാൾ പറഞ്ഞ രീതിയിൽ മാത്രമല്ല, കാര്യങ്ങളിൽ ഒരു ഗതി കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. വയനാട്ടിൽ ഉൾപ്പെടെ 2013 ശേഷം വയനാട് ഉൾപ്പെടെ മലബാറിലെ വിവിധ ജില്ലകളിൽ തോതിലുള്ള മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് 150-ലേറെ ഇടങ്ങളിൽ ആദിവാസി കോളനികളിൽ മാവോയിസ്റ്റുകൾ വരികയും അവിടെ അവരുടെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു. പല കോളനികളിലും മണിക്കൂറുകളോളം അവർ കോളനികളിൽ അവരുടെ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്തു. പക്ഷേ ഇവരിൽ നിന്ന് ഒരിക്കൽ പോലും ഈ മാവോയിസ്റ്റുകളെ, അതായത് കോളനിയിൽ എത്തിയിട്ടുള്ള മാവോയിസ്റ്റുകളെ, പ്രത്യേകിച്ച് രൂപേഷിനെ പോലുള്ളവർ വന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നൽകാൻ ആ കോളനിയിലുള്ളവർ തയ്യാറായിരുന്നില്ല. ഒരു വിവരവും പോലീസിനോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോ കൈമാറാൻ ആദിവാസികൾ തയ്യാറായില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ആദിവാസികൾ പൊതുസമൂഹത്തെക്കാളും നമ്മുടെ ഭരണകൂട സംവിധാനത്തെക്കാളും മാവോയിസ്റ്റുകളെ, അതായത് ഏറ്റവും അടുത്ത കാലത്ത് മാത്രം കണ്ടിരുന്ന മാവോയിസ്റ്റുകളെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാലും ഗവൺമെന്റ് പൊതുസമൂഹമോ ആദിവാസികൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല എന്ന വസ്തുതയാണ് അതിലേക്ക് വിരൽ ചൂണ്ടുന്നത്. പതിവ് തിരിച്ചു വരാം. ശ്രീ ഫക്രുദ്ദീൻ അലി, യുവതലമുറ തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്നതിൻ്റെ ഒരു അപകടാവസ്ഥ തിരിച്ചറിയാതെ പോകുന്നുണ്ടോ? തീർച്ചയായും. ഈ ഒരു യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ പോലെ ഫീൽഡിൽ, എസ്പെഷ്യലി നമ്മൾ ഒരു കേരളത്തിൻ്റെ അല്ലെങ്കിൽ മെട്രോ സിറ്റികളുടെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഫീൽഡിനുള്ള അനുഭവ പരിചയം വളരെ കുറവാണ്. അവർ പലപ്പോഴും റൊമാൻറ്റിക്കലായി നയിക്കപ്പെടും. എപ്പോഴും വർത്തമാന കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്ന് ഒന്നെങ്കിൽ പഴയ കാലഘട്ടത്തിൽ ഒരു സുവർണ്ണ കാലഘട്ടം കണ്ട് റിവൈവലിസ്റ്റ് ടെൻഡൻസിയുടെ ഒരു പുനരുദ്ധാരണവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിന്നോട്ട് പോകാം. അതല്ലെങ്കിൽ ചില റൊമാൻറ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവിടുന്ന് ഇവിടുന്ന് സാംശീകരിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഭ്രാന്തമായി പോകാം. അതിപ്പോൾ ഇൻ്റർനെറ്റിലും ഫേസ്ബുക്കിലൊക്കെ തന്നെ ചില ഡിബേറ്റുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വളരെ വളരെ റൊമാൻറ്റിക്കായി പോകുന്നുണ്ട്. നമുക്ക് റൊമാൻറ്റിക്കായിട്ട് ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. എനിക്ക് രൂപേഷിൻ്റെ ഒക്കെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയതാണ്. ഇവിടുത്തെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബൂർഷ്യ ജനാധിപത്യ സംവിധാനം പുലരുന്ന സ്ഥലത്ത് ഒരു ക്രിട്ടിക്കൽ ഒരു ഫ്യൂഡൽ സംവിധാനം പോലെ അല്ല. അവിടെ നിങ്ങൾക്ക് കുറച്ച് അധികാരാവകാശങ്ങളുണ്ട്. അവിടെ റൂൾ ഓഫ് ലോ ഏതാണ്ടൊക്കെ നിലനിൽക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇന്ത്യ പോലുള്ള, എസ്പെഷ്യലി കേരളം പോലുള്ള പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. കോടതി ഓപ്പണാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നിൽക്കുന്ന സമയത്ത് ഭരണഘടന അനുസൃതമായി തന്നെ ഇതൊക്കെ തിരുത്താനുള്ള ശ്രമമാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടി പോലെയുള്ള സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങൾക്ക് എന്തൊക്കെ തന്നെ പോരായ്മകൾ ഉണ്ടെങ്കിലും സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്ന് സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. എപ്പോഴും ബൂർഷ്യ ജനാധിപത്യത്തിൽ ഇതുവരെ നമ്മൾ ലോക ചരിത്രം എടുത്തു കഴിഞ്ഞാൽ, 200 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്തരം ഒരു പരിണാമത്തിന്
അത്തരം ചില വിപ്ലവ ശ്രമങ്ങളാണ് വിജയിക്കാൻ സാധ്യതയുള്ളത്. എസ്പെഷ്യലി ഇന്ന് ഈ ഭൗതിക സാഹചര്യങ്ങൾ ഇവർക്ക് അനുകൂലമാണെങ്കിൽ പോലും ഇന്നത്തെ നിങ്ങൾ നോക്കും മിലിറ്ററി വളരെ ഇന്ത്യൻ മിലിറ്ററി ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തമായ മിലിറ്ററിയാണ്. ഇതിൻ്റെ മുന്നിലൊന്നും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പറയുന്ന ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇവിടെ ഇന്ത്യയിലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. രാഹുൽ പറഞ്ഞ പോലെ എന്താ പറയുക സ്ത്രീകളുടെ വസ്തുവും അതുപോലല്ല അടിസ്ഥാന ഇപ്പം യു പിയിലും അല്ലെങ്കിൽ ബീഹാറിലൊക്കെയുള്ള ഗ്രാമപ്രദേശങ്ങളുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ നമുക്കറിയാം. നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണ്. അപ്പം ഈ വിഷയങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ജനാധിപത്യപരമായിട്ടായിരിക്കണം. ജനാധിപത്യത്തിനുള്ളിൽ നിന്ന് തന്നെ ഇതിനൊക്കെ ഒരു തിരുത്തൽ ശക്തിയായിട്ട് മാറാൻ ഇവർക്ക് പറ്റണം. അല്ലാതെ ഒരു ബൂർഷ്വാ ഡെമോക്രാറ്റിക് സ്പേസിൽ ഈ റൊമാൻറ്റിസ്റ്റുകൾക്ക് ഒരു സ്പേസ് ഇല്ല. കാരണം അവർ ഒരു പടക്കം പോലെ ഒരു പൂത്തിരി പോലെ ഒന്ന് പൊട്ടി അങ്ങ് തീരും. ഓക്കെ, ശ്രീ രാഹുൽ ഈശ്വർ, നമ്മൾ ഈ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന പോലെ ആശങ്കപ്പെടുന്ന പോലുള്ള വല്ലാത്തൊരു അവസ്ഥ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും ഈ വനപ്രദേശങ്ങളിൽ കേരള പോലീസ് നടത്തുന്ന ഒരുപാട് കോമാളിത്തരങ്ങൾ, മാവോയിസ്റ്റ് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ജനങ്ങളിൽ ഭയം രൂപപ്പെടുത്തുകയും കോടിക്കണക്കിന് രൂപ ചിലവാക്കുകയും ചെയ്യുന്നു. പണ്ട് നമുക്കറിയാം നക്സലൈറ്റ് പ്രസ്ഥാനം കേരളത്തിൽ രൂഢമൂലമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അടിയന്തരാവസ്ഥ കാലത്തിനോടൊപ്പം രാജൻ കേസ് അറിയാം, വർഗീസ്, വിജയൻ, അതുപോലെ കണ്ണൻ, ഒരുപാട് പേർ ആരും അറിയാതെ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട് പോലീസ് കസ്റ്റഡിയിൽ. രൂപേഷിന്റെ ഭാവി എങ്ങനെയായിരിക്കും? എൻഫോഴ്സ്മെന്റ് ഏജൻസീസിൽ രണ്ട് കാര്യമുണ്ട്. മിസ്യൂസ് നടക്കുന്നുണ്ട്, നമ്മൾ അതിനോട് കണ്ണടച്ചിട്ട് കാര്യമില്ല. പക്ഷേ ആസ് എ ഹോള് നമ്മൾ നോക്കുക, ഇന്ത്യയിലെ നിയമ സംവിധാനത്തിന്റെ ശക്തി എന്താണ്? വലതുപക്ഷത്തിന്റെ ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷം മുമ്പത്തെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായ ബാലാ സാഹേബ് താക്കറെയുടെ വോട്ടിംഗ് റൈറ്റ്സ് എടുത്തു കളഞ്ഞ രാജ്യമാണിത്. ഒരു ജനാധിപത്യത്തിലെ അടിസ്ഥാന അവകാശങ്ങളിലൊന്ന് പൗരന് വോട്ട് ചെയ്യാനുള്ള അവകാശമാണ്. അദ്ദേഹം ഒരു ലക്ഷ്മണരേഖ കടക്കുന്നു എന്ന് തോന്നിയപ്പോൾ കോടതി അദ്ദേഹത്തിന്റെ വോട്ടിംഗ് റൈറ്റ്സ് വരെ എടുത്തു കളഞ്ഞ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത്രമാത്രം ബാലൻസ് ഓഫ് പവർ ഡിവൈഡഡ് ആണ്. പലപ്പോഴും ഈ അമിതമായ കാൽപ്പനിക വൽക്കരിച്ച ഈ നാളെ ഉട്ടോപ്യകൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ഇവർ ഒരർത്ഥത്തിൽ മിസ്ഗൈഡഡ് ആണ്. പലപ്പോഴും അവർക്ക് അവരുടെ സോഷ്യൽ ഫ്രസ്ട്രേഷൻസും അവർക്ക് സമൂഹത്തിൽ നടത്തിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പൊതുസമൂഹത്തിലെ എല്ലാവരും ചീത്തയാണ്. മാത്രമല്ല ഈ തീവ്ര ഇടത് ഏറ്റവും ദോഷം ചെയ്യുന്ന ആർക്കാണ്? തീവ്ര ഇടത് ഏറ്റവും ദോഷം ചെയ്യുന്നത് റെസ്പോൺസിബിൾ ലെഫ്റ്റിനും നാഷണലിസ്റ്റിക് ലെഫ്റ്റിനുമാണ്. അവരുടെ ക്രെഡിബിലിറ്റിയും ആശയപരിസരത്തിന്റെ വാക്കുകളും സമാന സങ്കല്പങ്ങൾ ഉപയോഗിച്ച് ഈ തീവ്ര ഇടത് അവർ മാറുകയാണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ഇപ്പോൾ CPI ML പോലുള്ള പ്രസ്ഥാനങ്ങൾ പോലും കവിതാകൃഷ്ണൻ അടക്കമുള്ളവർ ഒരു മുഖ്യധാരയിലേക്ക് വരുന്നുണ്ട്. അപ്പം ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കി നിൽക്കുന്ന മണ്ണ് മനസ്സിലാക്കി മാത്രമേ നമുക്ക് പരിവർത്തനം കൊണ്ടുവരാൻ കഴിയൂ. എന്നും ഓർക്കുക, മാവോയിസ്റ്റുകൾ കൊണ്ടുവരുന്നതിൻ്റെ 10 ഇരട്ടി ചേഞ്ചസ് ഇവിടെ മഹാത്മാഗാന്ധി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. രൂപേഷിനെ പോലുള്ളവർ ഒരുപക്ഷെ ഇവരിൽ പലരും വളരെ സിൻസിയറായ ഒരു ഐഡിയോളജിക്ക് വേണ്ടി ഇറങ്ങിയതാണ്. അവർ അത്തരം വയലൻസിന്റെ പാത ഉപേക്ഷിച്ച് ഡെമോക്രസിയിലേക്ക്, മുഖ്യധാരയിലേക്ക്, എലക്ഷൻ സിസ്റ്റത്തിലേക്ക്, പൊതുപ്രവർത്തനത്തിലേക്ക്, ആദിവാസികളുടെ ഇടയിലുള്ള നല്ല പ്രവർത്തനത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഫോഴ്സിനെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരു പ്രത്യയശാസ്ത്ര തടവറയിൽ കിടക്കുന്ന ഇത്തരം യുവാക്കളെയാണ്. അവരിൽ നിന്ന് മാറാൻ ഇടതു വലതു ഭേദമില്ലാതെ ശക്തമായ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്ന, അവരെ ഒരു തരത്തിലും ന്യായീകരിക്കാത്ത മാധ്യമ പ്രവർത്തനം ഈ അവസരത്തിൽ വളരെ ആവശ്യമാണ്. ശ്രീ രാംദാസ്, നമുക്കറിയാം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെ നിയമസഭയിൽ അടുത്ത ഈ കാലഘട്ടത്തിൽ 2014 കാലഘട്ടത്തിൽ മാവോയിസ്റ്റുകളെ കുറിച്ച് നടത്തിയ ഒരു പ്രസ്താവനയിൽ കേരളത്തിലെ 6 ജില്ലകളിൽ മാവോയിസ്റ്റ് പ്രസ്ഥാനം വളരെ ബലപ്പെട്ടിരിക്കുന്നു. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, അതുപോലെ കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഭീഷണിയുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല എറണാകുളം ലോ കോളേജിൽ തന്നെ 2 വിദ്യാർത്ഥികളെ സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയരാക്കിയിരുന്നു. ഒരു വ്യക്തി CPI നേതാവ്, സീനിയർ നേതാവായ സിനോജ് എന്നയാൾ മലപ്പുറം ജില്ലയിലെ വെച്ച് ആയുധം നിർമ്മിക്കുന്നതിനിടെ കൊല്ലപ്പെടുകയുണ്ടായി. ഇത്രമാത്രം തീവ്രമാണോ അവരുടെ വിന്യാസം? പ്രദീപ്, ഒരു കാര്യം നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തവരെല്ലാവരും തന്നെ പറയുന്ന ഈ റൊമാൻറ്റിക് റവല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അത്രമാത്രം ശരിയായിട്ടുള്ള ഒരു പ്രയോഗമാണോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നമ്മളുടെ മുന്നിലുള്ള, അതായത് നമ്മളുടെ റിയാലിറ്റിയാണ്. ഒരു മനുഷ്യന്റെ, സാധാരണ മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് 10, 40, 50 വർഷമാണ്. ഈ ആയുസിനിടയിൽ ഒരിക്കൽ പോലും നീതി കിട്ടാത്ത ഒരു മനുഷ്യരുടെ ചില വികാര പ്രകടനം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. ഇവരുടെ പ്രത്യയശാസ്ത്രം നേരത്തെ ചർച്ച ചെയ്തതിന് അത് എത്രമാത്രം നിലനിൽക്കുന്നു എന്നുള്ളത് അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഈ നമുക്ക് ഒരു നീതിയും ഒരു ഭാഗത്തു നിന്ന് കിട്ടും. നമ്മുടെ സോ കോൾഡ് പൊതു രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് കിട്ടുന്നില്ല, ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നില്ല.
സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല. ആ ഒരു അവിശ്വാസമാണ് യഥാർത്ഥത്തിൽ യുവാക്കളിലും ആദിവാസികളിലൊക്കെ പ്രതിഫലിക്കുന്നത്. തീർച്ചയായും തിരിച്ചു വരാം. രാംദാസ് ഒരു നിമിഷം. നമുക്ക് ഇപ്പോൾ രാഹുൽ പശുപാലൻ ചേരുന്നു. ശ്രീ രാഹുൽ പശുപാലൻ, താങ്കൾ യുവാക്കളുടെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ തന്നെ നമ്മൾ ചോദിക്കുകയാണ്, ഇതൊരു പ്രത്യയശാസ്ത്ര പോരാട്ടമായിരുന്നു രൂപേഷ് നടത്തിയിരുന്നത്, അല്ലെങ്കിൽ അവരുടെ വന്യമായ സ്വപ്നം, സങ്കല്പങ്ങൾ, ഒരുപാട് നക്സലൈറ്റ് നേതാക്കൾ പിൽക്കാലത്ത് മാറി മറിഞ്ഞതുപോലുള്ളൊരു അവസ്ഥയിലേക്കാണോ തിരിച്ചും രൂപേഷിന്റെയും വിധി? തീവ്ര ഇടതുപക്ഷം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളും അതിനുശേഷം ഇപ്പോൾ മാവോയിസ്റ്റും പ്രത്യയശാസ്ത്രപരമായ ഒരു പോരാട്ടം തന്നെയാണ് അവർ നടത്തിയിരുന്നത്. പക്ഷെ അതൊരു തരത്തിലും നമുക്ക് മാവോയിസ്റ്റും പ്രത്യയശാസ്ത്രപരമായ ഒരു പോരാട്ടം തന്നെയാണ് അവർ നടത്തിയിരുന്നത്. പക്ഷെ അതൊരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു രീതിയിലല്ല. അവർ വിശ്വസിച്ച പ്രത്യയശാസ്ത്രം അതൊരു തരത്തിലൊരു ഷോർട്ട് കട്ട് കണ്ടുപിടിക്കുകയാണ്. ഒരു പെട്ടെന്ന് ജനാധിപത്യപരമായ രീതിയിൽ നമ്മളൊരു സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യാൻ ഒരുപാട് കാലം അല്ലെന്നുണ്ടെങ്കിൽ കാലഘട്ടം തന്നെ വേണ്ടി വരുമ്പോൾ ഞങ്ങൾ തോക്കൻകുഴലിലൂടെ പെട്ടെന്ന് വിപ്ലവം കൊണ്ടുവരാം, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു മാറ്റം ഞങ്ങൾക്ക് സാധ്യമാകും എന്നൊരു തെറ്റിദ്ധാരണയുടെ അല്ലെന്നുണ്ടെങ്കിൽ അവർ വിശ്വസിച്ച് പോകുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പുറത്ത് അതിനിറങ്ങി തിരിച്ചവരാണ്. അപ്പോൾ ഉറപ്പായും അതിനൊന്നും ശാശ്വതമല്ല, അതൊരിക്കലും നിലനിന്ന് പോകില്ല. മുമ്പ് നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾക്കൊക്കെ സംഭവിച്ച പോലെ തന്നെ ഒരു തിരുത്തിൻ്റെയും ഒരു നല്ല പാതയിലേക്കും തന്നെ രൂപേഷും മറ്റു മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരും കടന്നു വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ സായുധ വിപ്ലവം എന്നുള്ളതിനപ്പുറത്ത് ആശയപരമായ ബോധവൽക്കരണം തുടങ്ങിയ കാര്യങ്ങളിലായിരുന്നു രൂപേഷും കൂട്ടരും ശ്രദ്ധിച്ചിരുന്നു തോന്നുന്നു. നമ്മോടൊപ്പം ശ്രീ ഫിലിപ്പ് എം പ്രസാദ് ചേരുന്നു. 60കളിൽ 70കളിൽ നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ആളാണ് ശ്രീ ഫിലിപ്പ് എം പ്രസാദ്. അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒളിവിൽ താമസിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം, പ്രത്യേകിച്ചും തീവ്ര രാഷ്ട്രീയ പ്രവർത്തനം, മാവോയിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ ഊന്നിയുള്ള പ്രവർത്തനത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട്? ഒരു ദേശീയ പ്രസക്തിയുടെ കാര്യമല്ല നമുക്കിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ രൂപേഷിൻ്റെ അറസ്റ്റ് ഇത്തരം കാര്യങ്ങളുണ്ട്. അതിൽ കൂടി വ്യക്തമാകുന്നത് ഇതൊരു അറേഞ്ച് ചെയ്ത ഒരു നാടകമാണെന്നാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നത്. നക്സലൈറ്റുകൾക്കിടയിൽ നല്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സാമ്രാജ്യത്വത്തെ നേരിടണോ, ഫ്യൂഡലിസത്തെ നേരിടണോ, ഗോത്രവർഗ പ്രസ്ഥാനമാകണോ, BJP-യോടുള്ള നിലപാടിൽ ഐക്യമുന്നണി വേണോ, ഇങ്ങനെയുള്ള വിശാലമായ ഒരുപാട് ചർച്ചകളും ഗ്രൂപ്പ് പോരാട്ടങ്ങളും ഗ്രൂപ്പ് ലയനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഗുരുതരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ അതിനകത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായി നടന്ന ഒരു കൂട്ടായ സറണ്ടറാണ് ഇതെന്നാണ് എൻ്റെ ധാരണ. അല്ലാതെ 4 പേരെ ഒന്നും ഒരുമിച്ച് കൈ കിട്ടില്ല. ഈ 4 പേരെ ഒരുമിച്ച് ഒരു ഗ്രാമത്തിലെ ബസ് സ്റ്റാൻഡിൽ വെച്ച് മുദ്രാവാക്യം വിളിച്ച്, സാധാരണ രൂപേഷിനെ കാണിച്ചിരിക്കുന്നത് പട്ടാള വേഷത്തിൽ തോക്കുമേന്തി കണ്ടു എന്നാണ് ഇതുവരെ നമ്മളോട് കാണിച്ചിരിക്കുന്ന ചിത്രം. അത് കഴിഞ്ഞ് രൂപേഷും ഭാര്യയും കുട്ടികളും എല്ലാവരും കൂടി ഇതാ ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ്, അത് മാത്രമല്ല ഒരു ഹാർഡ് കോർ നക്സലൈറ്റിനെ കൈ കിട്ടിയാൽ കൊല്ലാതെ പുറത്ത് വിടുന്നത് ആദ്യമായിട്ടാണ്. ഫക്രുദ്ദീൻ അലി, ഒരു നിമിഷം താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ ഫിലിപ്പ് എം പ്രസാദ് സാർ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം 3 സംസ്ഥാനങ്ങളുടെ ഒരു തണ്ടർ ബോൾട്ടൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക സേനയാണ് ഇവരെ പിടികൂടിയതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 ദിവസമായി കെ ബാബുവിനെതിരെ ഒരു കേസുമായിട്ട് കേരളത്തിൽ വാർത്ത വളരെ രൂക്ഷമായ സമയത്ത് ഇതുപോലൊരു വാർത്ത, ഒരു മാവോയിസ്റ്റ് വാർത്ത വരുമെന്നുള്ളൊരു പ്രചാരണം മാധ്യമപ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു നാടകീയതയ്ക്ക് എന്തെങ്കിലും വേറെ അർത്ഥതലങ്ങളുണ്ടോ? അല്ല, അതിപ്പം ഈ കാര്യത്തിൽ അങ്ങനെ സംശയിക്കുന്നത് തെറ്റൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മാണിക്കെതിരെ പിന്നെ ഈ ആരോപണം ശക്തമായിരുന്ന സമയത്തായിരുന്നു പിന്നെ നമ്മുടെ ഈ ദേശീയ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് വിവാദം ഉണ്ടാകുകയും തൽക്കാലം തണുക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഇന്ന് നമ്മൾ കൈവെട്ട് കേസിൻ്റെ വിധി പിന്നെ ശിക്ഷാവിധികൾ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് വിചാരിച്ചായിരുന്നു. അങ്ങനെ ന്യൂസിൽ ഈ വിഷയങ്ങൾ മുങ്ങിപ്പോകുന്നൊക്കെ വിചാരിച്ചായിരുന്നു. അപ്പം ഞാനിപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതിനൊരു സാധ്യതയുണ്ട്. ഇവന്മാരുടെ ഇടയിൽ കണ്ടമാനം ഫൈറ്റുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും പ്രധാനപ്പെട്ട 4 കേഡേഴ്സിനെ ഒരുമിച്ച് പോലീസ് പിടിക്കുമ്പോൾ അതും യാതൊരു ഫൈറ്റും നടത്താതെ, യാതൊരു എൻകൗണ്ടറിനും യാതൊരു സാധ്യതയില്ലാതെ തന്നെ ഇവർ കീഴടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പിന്നിൽ ചില നെഗോഷിയേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടാവും. ഒരുപക്ഷെ ഇവരെ ഭാവിയിൽ ഇവരോട് നമ്മുടെ ഭരണകൂടം ക്ഷമിച്ചേക്കാം, അതിനുള്ള ഉടമ്പടികളൊക്കെ നടന്നിട്ടുണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. ഇത് പൂർണ്ണമായിട്ട് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നിഷേധിക്കാൻ പറ്റും. അതിന് നിങ്ങൾ ഈ പറഞ്ഞതിന് ഒരു സ്കോപ്പ് ഉണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ പശുപാലനോട് ചോദിക്കാവുന്ന ഒരു ചോദ്യം, നമ്മളിത് മുമ്പ് ചർച്ചയ്ക്ക് എടുത്തതാണെങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രസക്തമായ ഒരു മറുപടിയിലേക്ക് എത്തിയില്ല. താങ്കൾക്ക് അതിന് കൃത്യമായ മറുപടി നൽകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾ ഒരു സിംബോളിക് സമരം നടത്തിയ ഒരു വ്യക്തിയാണ്, ചുംബന സമരം എന്ന പേരിൽ ഒക്കെ. മറ്റു തരത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മനുഷ്യാവകാശ പ്രവർത്തകരെയൊക്കെ ഒതുക്കുന്ന അല്ലെങ്കിൽ ബ്രാൻഡ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം നമ്മുടെ ഇടയിൽ നിലവിലുണ്ട്. ശരിയാണോ?
ഉറപ്പായും നമ്മുടെ ഇടയിൽ നമ്മുടെ ഭരണകൂടം എപ്പോഴും അത് പ്രയോഗിച്ചു വരുന്നുണ്ട്. അടുത്ത കാലത്ത് അത് വർദ്ധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഇപ്പം ഫക്രുദ്ദീൻ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ഇഷ്യൂ വളർന്നു വരുമ്പോൾ അതിനെ ഹൈഡ് ചെയ്യാം. അല്ലെങ്കിൽ മാണിക്കെതിരെ ഒരു കോഴ ആരോപണം അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിനെതിരെ ഒരു ആരോപണം അല്ല വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ പെട്ടെന്നൊരു മാവോയിസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുക. അത് നാടകീയമാണോ അല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. പെട്ടെന്ന് അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുക. അല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തകരെ അല്ലെങ്കിൽ സ്റ്റേറ്റിനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള അല്ലെങ്കിൽ ഭരണകൂടത്തിന് എന്തെങ്കിലും പിഴവുകൾ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും മാവോയിസ്റ്റ് എന്ന രീതിയിൽ ബ്രാൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക. വിദ്യാർത്ഥികളെയോ മനുഷ്യാവകാശ പ്രവർത്തകരെയും മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് കമ്മ്യൂണിസ്റ്റ് അനുഭവമുള്ള പുസ്തകങ്ങൾ കയ്യിൽ വെച്ചു മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചു എന്നൊക്കെയുള്ള ബന്ധങ്ങൾ ആരോപിച്ച് വിദ്യാർത്ഥികളെ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് മാവോയിസ്റ്റ് എന്ന മുദ്ര കുത്താനുള്ള ശ്രമങ്ങൾ നടന്നത് നമ്മൾ ഈ അടുത്ത മാസങ്ങളിൽ കണ്ടതാണ്. ഉറപ്പായും അങ്ങനെയുള്ള ഒരു ബ്രാൻഡിങ്ങിന് എല്ലാ കാലത്തും ശ്രമമുണ്ട്. അത് ഈ അടുത്ത കാലത്തായി അത് വളരെയധികം വർദ്ധിച്ചു എന്നുള്ളൂ. പിന്നെ UAPA എന്ന കരിനിയമം ചാർത്തി അവരെ വിചാരണ കൂടാതെ തടവിൽ വെക്കാനുള്ള ശ്രമങ്ങളും അത് മനുഷ്യാവകാശ പ്രവർത്തകർക്ക് മേൽ വളരെയധികം കൂടുതലായി ആരോപിക്കപ്പെടുന്നുണ്ട്. ആ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ആ ബ്രാൻഡിങ് മാവോയിസ്റ്റ് ബ്രാൻഡിങ് എല്ലാ കാലത്തും ഇവിടെയുണ്ട്. അത് അടുത്ത കാലത്തായി കേരള സർക്കാർ വളരെയധികം കൂടുതൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. നേരത്തെ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞ പോലെ അനുഭവ സമ്പത്തിന്റെ കുറവ് കൊണ്ട് എടുത്തുചാട്ടമായിട്ട് പലപ്പോഴും വളരെ ജെന്യൂൻ ആയിട്ടുള്ള സമര രൂപങ്ങളെ ചുരുങ്ങിപ്പോകുന്ന ചെറുപ്പക്കാരുടെ എടുത്തുചാട്ടമായിട്ട് അല്ലെങ്കിൽ വന്യമായ സ്വപ്ന സങ്കല്പങ്ങളായിട്ട് മാറിപ്പോകുന്ന ഒരവസ്ഥ കൂടിയില്ലേ? ശ്രീ രാഹുൽ പശുപാലൻ. ചെറുപ്പക്കാരുടെ എടുത്തുചാട്ടമായി ഒന്നും നമ്മൾ മാവോയിസത്തെ അല്ലെങ്കിൽ ചുരുക്കി കാണേണ്ട ആവശ്യമല്ല. അത് അവർക്ക് വ്യക്തമായ പ്രത്യയശാസ്ത്രവും അല്ലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലുള്ള വ്യക്തമായ പ്രത്യയശാസ്ത്രമുണ്ട്. അല്ലെ മറ്റു സമരങ്ങൾ അതൊരിക്കലും ചെറുപ്പക്കാരുടെ എടുത്തുചാട്ടമൊന്നുമല്ല. ചെറുപ്പക്കാർ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു ആവേശത്തിൻ്റെ പുറത്ത് എടുത്തുചാടുന്നൊന്നുമില്ല. ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ മാറ്റങ്ങളുടെ പിന്നിലും പ്രവർത്തിച്ചിട്ടുള്ളവരെല്ലാം ചെറുപ്പക്കാരുടെ ഈ പറയുന്ന എടുത്തുചാട്ടവും ചെറുപ്പക്കാരുടെ തീവ്രതയും ഒക്കെയാണ് ലോകം ഇന്നീ കാണുന്ന രൂപത്തിലാക്കിയതും. ഇവിടെ നടന്നിട്ടുള്ള എല്ലാ സമരങ്ങളും സാമൂഹിക പരിഷ്കരണ സമരങ്ങളും സ്വാതന്ത്ര്യ സമരം അടക്കമുള്ള എല്ലാം ചെറുപ്പക്കാരുടെ ഇൻവോൾവ്മെൻ്റാണ് കൂടുതലായി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ചെറുപ്പക്കാരുടെ ഇടപെടലിനെ അല്ലെങ്കിൽ ചെറുപ്പക്കാർ നയിക്കുന്ന സമരങ്ങളെല്ലാം നമ്മളൊരു എടുത്തുചാട്ടലായോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുള്ള ആഭിമുഖ്യമായോ ഒന്നും കാണാൻ കഴിയുകയില്ല. ഓക്കെ, ശ്രീ ഫിലിപ്പം പ്രസാദ്, നമുക്കറിയാം എക്സ്ട്രീമിസം എന്ന് പറയുന്നു ഇപ്പോൾ CPIM-ന്റെ ഒരു നിലപാട് തന്നെ ഇത്തരം ഇടതുപക്ഷ മൂവ്മെൻറ്റ്സിനോട് അനുകൂലമായൊരു നിലപാടല്ല. ജനാധിപത്യപരമായ ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ തീവ്രമായ നിലപാടുകൾ, ഒളിഞ്ഞും പതുങ്ങിയുമുള്ള ഗറില്ല മുറകൾ ഇതെല്ലാം പ്രാവർത്തികമല്ല എന്ന് കാലം തെളിയിച്ചതാണ് കേരളത്തിൽ. കേരളം മാത്രമല്ലല്ലോ ഇന്ത്യ. കേരളത്തിൽ തെളിയിച്ച കാര്യവും ജാർഖണ്ഡിലെ സ്ഥിതിവിശേഷവും ആദിവാസി മേഖലകളിലുള്ള സ്ഥിതിവിശേഷവും ശ്രീകാകുളത്തെ സ്ഥിതിവിശേഷവും ഒക്കെ തുലനം ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇന്ത്യ വൈവിധ്യമാർന്ന ഒരു സ്ഥലമാണ്. വൈവിധ്യമാർന്ന പ്രശ്നപരിഹാരങ്ങൾ അവിടെയൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ആ വൈവിധ്യമാർന്ന പ്രശ്നപരിഹാരങ്ങൾ അവിടെ വേണ്ടതുകൊണ്ടാണ് അത്തരം പ്രസ്ഥാനം അവിടെ ഉണ്ടായത്. അതുപോലെ എടുത്തുചാട്ടം AKG ആ കാലത്ത് എടുത്തുചാടിയില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമുണ്ടോ? P. കൃഷ്ണപിള്ള എടുത്തുചാടിയില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമുണ്ടോ? പുന്നപ്ര വയലാറിൽ കുറേ പേര് എടുത്തുചാടിയില്ലെങ്കിൽ ഇന്നവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഈ ചെറുപ്പക്കാരെ എടുത്തുചാടണമല്ലോ, അതില്ലാതായി പോയതല്ലേ ഇപ്പോഴത്തെ ദോഷം. ചെറുപ്പക്കാർ വളരെ പക്വതികളായി അവനവൻ്റെ തൻകാര്യം നോക്കുന്നതാണ് ഇന്നത്തെ ആപത്ത്. അല്ലാതെ ചെറുപ്പക്കാർ എടുത്തുചാടുന്നതല്ല ആപത്ത്, ചെറുപ്പക്കാർ കിളവന്മാരാകുന്നതാണ് ആപത്ത്. അപ്പോൾ ഇന്നത്തെ കിളവന്മാരായ ചെറുപ്പക്കാരെ വീണ്ടും ചെറുപ്പക്കാരാക്കുന്നതാണ് നമ്മുടെ ആവശ്യം. അല്ലാതെ ചെറുപ്പക്കാരെയൊക്കെ പിടിച്ച് കിളവന്മാരും പക്വമതികളുമാക്കി വളരെ ജനാധിപത്യ ബോധത്തോടുകൂടി ശിവൻകുട്ടി ചെയ്തത് തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ശിവൻകുട്ടി എടുത്തുചാടി ചോരത്തിളപ്പുള്ള തെമ്മാടിത്തരം കാണിച്ചു എന്ന് പറയുന്നവരുടെ കൂടെ നിൽക്കുന്നവനല്ല ഞാൻ. ശിവൻകുട്ടി ചെയ്യേണ്ടത് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുപോലെ കാണണം. ഒന്ന് ഇടപെട്ട് പറഞ്ഞോട്ടെ, നമുക്ക് രൂപേഷിന്റെ മകൾ ഇന്ന് ആമി ഒന്ന് രണ്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. അതിൽ പ്രധാനമായി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയും മുതൽ തട്ടിപ്പറിക്കുകയോ ആക്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പ്രത്യയശാസ്ത്ര ആമിയുടെ ആ അഭിപ്രായ പ്രകടനം കേട്ടതിന് ശേഷം ചർച്ചയിലേക്ക് തിരിച്ചു വരാം. രാഷ്ട്രീയ തടവുകാര് എന്ന് പറയുന്ന വിഷയം തന്നെ സമൂഹത്തിൽ അവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം അവർ മാറ്റം ഉണ്ടാക്കാൻ നോക്കണമല്ലോ. അത് അവരുടെ തെറ്റല്ലല്ലോ. അതിനെ എന്താ പറയുക ഇത്തരത്തിൽ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതുണ്ട്. അതെല്ലാ രാഷ്ട്രീയ ഇതിനും തടവുകാരെന്നുള്ള തന്നെ കോമൺ ആയിട്ടുള്ള ഇതിൽ തന്നെ നമ്മൾ ചിന്തിക്കുക. പിന്നെ രൂപേഷ് ഷൈന അല്ലെങ്കിൽ മറ്റുള്ളവർ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അവർ എന്താ പറയുക അവരൊരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവർ പ്രവർത്തിക്കുന്നതിൽ അവരാരെയും പിടിച്ചു പറിച്ചിട്ടോ അവർ സ്വന്തം വീട് പൊക്കിയിട്ടൊന്നുമല്ല. ഇത് ഈ വീട് എൻ്റെ അമ്മാമ്മ പെൻഷൻ എന്താ പറയുക ജോലി റിട്ടയർഡ് ഹെൽത്ത് സൂപ്പർവൈസർ ആയിരുന്നു.
ഇപ്പോൾ ജോലി ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള വീടാ. രൂപേഷ് ഷൈനെയും വീടിനായിട്ടോ അല്ലെങ്കിൽ രണ്ട് മക്കളുണ്ടാക്കിയത് എന്നല്ലാണ്ട് വീടിനായിട്ടോ അല്ലെങ്കിൽ ഇതിനായിട്ടോ ഒന്നും തന്നെ അനധികൃതമായിട്ട് സമ്പാദിച്ചിട്ടോ അനധികൃതമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. രൂപേഷിൻ്റെ മകൾ 14 വയസ്സുകാരിയായ ആമിയാണ് ഇപ്പോൾ ഈ പ്രതികരിച്ചത്. അത് ആമി പറഞ്ഞത് ശ്രീ ഫിലിപ്പം പ്രസാദിന് ഒരു പക്ഷേ മറുപടി പറയാൻ സാധിക്കും. കാരണം പ്രത്യയശാസ്ത്രമാണ് ആ കുട്ടി ഉയർത്തിക്കൊണ്ടുവന്നൊരു വിഷയം. രൂപേഷിൻ്റെ പ്രത്യയശാസ്ത്രം ഇപ്പോൾ CPM റെഡ് ഫ്ലാഗ് ഉണ്ട്, CPMൽ ജനശക്തി, പീപ്പിൾസ് വാർ ഗ്രൂപ്പ്, എവിടെയാണ് ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ തലം? രൂപേഷ് ഒരു നോവൽ എഴുതിയിട്ടുണ്ട്, വസന്തത്തിൻ്റെ ഇടിമുഴക്കം എന്നാണ് ആ നോവലിൻ്റെ പേര്. ആ നോവലിനകത്തുകൂടി വ്യക്തമാകുന്ന രൂപേഷിൻ്റെ ഒരു ഹൃദയം, ഒരു സത്തയുണ്ട്. അത് വളരെ സോഫ്റ്റാണ്, വളരെ ആർദ്രമായ ഒരു ഹൃദയത്തിൽ നിന്ന് മാത്രം പുറപ്പെടാവുന്ന വിധത്തിലുള്ള ഒരു നോവലാണ് ഈ രൂപേഷ് എഴുതിയത്. അതിനകത്തെ സത്തയൊക്കെ എടുത്തു കഴിഞ്ഞാൽ രൂപേഷിന് ഈ രാജ്യം മുഴുവൻ തോക്കും കൊണ്ട് നടന്ന് എല്ലാവരെയും വെടിവെച്ചിരുന്ന ഒരു രൂപത്തിലേക്ക് രൂപേഷിന് പോകാൻ കഴിയില്ല. ഇതൊക്കെ ആയിരിക്കണം ഇപ്പോൾ നടന്ന ഈ അതായത് ഒരു കൾച്ചറലായിട്ട് തന്നെ ഒരു ഡീപ്പർ സൂക്ഷ്മ ലെവലിൽ ഒരു വ്യത്യസ്തത രൂപേഷിനുണ്ടായിരുന്നു. അത് ഇപ്പോൾ നടന്ന ആക്ഷൻസിലെല്ലാം ഉണ്ട്. അനാവശ്യമായ വയലൻസ് കഴിയുന്നത് ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ആ അനാവശ്യമായ വയലൻസിൽ അങ്ങ് മുങ്ങിക്കിടക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് രൂപേഷിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല, രൂപേഷിന് അവരെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ നടന്നതെന്നാണ് എൻ്റെ ധാരണ. ശ്രീ രാഹുൽ ഈശ്വർ ഒന്ന് ചോദിച്ചോട്ടെ, പൊതുസമൂഹത്തിന് രൂപേഷിനോട് ഒരു ഭയങ്കര തീവ്രവാദി, ഒരു ഭീകരനോ എന്നുള്ള ഒരു സമീപനം അല്ലെന്ന് തോന്നുന്നു, അല്ലേ? രണ്ട് കാര്യങ്ങളാണ് ഇത്. രൂപേഷിനെ മാത്രമല്ല, പലപ്പോഴും ഈ പ്രസ്ഥാനങ്ങളിൽ പോകുന്നവരെ ആഴത്തിൽ പഠിച്ചാൽ ഇവർക്കൊരു സോഫ്റ്റ് ഹാർട്ട്, ഒരു ലെഫ്റ്റ് അറ്റ് ഹാർട്ട് ഉണ്ട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും ഇവർ റൈറ്റ് മൈൻഡഡ് ആകാറില്ല. ഈ ബാലൻസ് അവർ കീപ്പ് ചെയ്യുന്നില്ല. ലെഫ്റ്റ് ഹാർട്ടഡ് ആകാം, പക്ഷേ അതോടൊപ്പം റൈറ്റ് മൈൻഡഡ് ആകണം. രണ്ട്, ചെറുപ്പക്കാരുടെ എടുത്തുചാട്ടം കൊണ്ട് മാത്രമല്ല, അതിന് മാർഗനിർദ്ദേശം നൽകാൻ ഒരു മഹാത്മാഗാന്ധി ഉള്ളത് കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് പലപ്പോഴും നമ്മൾ നോക്കാറില്ല. അപ്പം പക്വതയും അതിന് ചാനലൈസ് ചെയ്യാനുമുള്ള ആൾക്കാർ വേണം. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. മൂന്ന്, പലപ്പോഴും ഇന്ന് റവല്യൂഷൻ, വിപ്ലവം ഒരു പ്രത്യേക ഇവന്റ് ആണ് എന്നുള്ള ധാരണയൊക്കെ പഴയതാണ്. ഇന്ന് റവല്യൂഷൻ ഒരു പ്രോസസ്സാണ്. ഇപ്പൊ നെറ്റ് ന്യൂട്രാലിറ്റിക്ക് വേണ്ടി നടന്ന പോരാട്ടം യഥാർത്ഥത്തിൽ ഒരു ഇടതുപക്ഷ പോരാട്ടമാണ്, കുത്തകവൽക്കരണത്തിനെതിരെ നടന്ന ഒരു പോരാട്ടമാണ്. ആ അർത്ഥത്തിൽ ഇന്ന് ലോകവ്യാപകമായി തന്നെ ലെഫ്റ്റ് ഹാർട്ടഡും പക്ഷേ റൈറ്റ് മൈൻഡഡുമായ, പലപ്പോഴും പൊതുജനങ്ങൾക്ക് പ്രോ പുവർ പോളിസിയും പ്രോ പീപ്പിൾ പോളിസിയും ഒരു റെസ്പോൺസിബിൾ സ്പേസിൽ നിന്നുകൊണ്ട് എടുക്കാൻ കഴിയുന്ന ഒരുപാട് ഉദ്യമങ്ങളുണ്ട്. അപ്പോൾ തങ്ങൾക്ക് മാത്രം പാവപ്പെട്ടവരുടെ, തങ്ങൾക്ക് മാത്രം ആദിവാസികളുടെ കുത്തകകളും എന്ന് വിചാരിക്കുന്ന ഒരു മോണോപോളി സ്വഭാവത്തിലേക്ക് ആര് വരുന്നത് ശരിയല്ല. ഞങ്ങളൊക്കെ ആദിവാസി വിഭാഗങ്ങളുടെ ഇടയിലൊക്കെ ഒരുപാട് ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളവരാണ്, പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അവരുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന നാർക്കോട്ടിക് ഇഷ്യൂസിന് സൊല്യൂഷൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ്. അൺവെഡ് മദേഴ്സിന്റെ പ്രശ്നങ്ങൾ. പിന്നെ എന്ന് ഓർക്കുക, വിശക്കുന്നവന് വേണ്ടത് വേദാന്തമോ വിപ്ലവമോ അല്ല. വിശക്കുന്നവന് വേണ്ടത് ആഹാരവും അടിസ്ഥാന സൗകര്യ വികസനവുമാണ്. അത് കൊടുക്കാൻ ഗവൺമെന്റ് എന്ന, ജനാധിപത്യ ഗവൺമെന്റ് എന്ന സുസംഘടിതമായ ഒരു സംവിധാനം നിലകൊള്ളുമ്പോൾ അതിന് എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിലും സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് നന്നാക്കുകയാണ് സിസ്റ്റത്തിന്റെ വെളിയിൽ പോയി നശിപ്പിക്കുന്നതിനേക്കാൾ തോന്നുന്നുണ്ടോ ഫക്രുദ്ദീൻ അലി? അതാണോ ശരി? സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് എത്രമാത്രം എന്തൊക്കെ നേടിയെടുക്കാൻ സാധിക്കും? നമുക്ക് ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അല്ല, സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്ന്, ജനാധിപത്യ സംവിധാനത്തിൽ സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നവീകരിക്കേണ്ടത്. സിസ്റ്റത്തിനെ പുറത്തേക്ക് പോയി നവീകരിക്കണോ അല്ലെങ്കിൽ സിസ്റ്റം പൊളിച്ചെഴുതണോ എന്നുള്ള ഒരു അഭിപ്രായത്തോടെ എനിക്ക്, സായുധ വിപ്ലവത്തിലൂടെ സിസ്റ്റത്തെ പൊളിച്ചത് എനിക്ക് എന്ന അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പില്ല. പക്ഷേ അതിനുള്ള പ്രഷർ വേണം. പക്ഷെ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ, സ്വാതന്ത്ര്യം കിട്ടി ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഒന്നിന് പുറകെ ഒന്ന് അഴിമതി മാന്യമായ ഒരു വരുമാന മാർഗമായി തീർന്നിരിക്കുന്നു. ആ രീതി നമ്മുടെ സിസ്റ്റം ദ്രവിക്കുന്ന സമയത്ത് അതിനെതിരെ ശക്തമായിട്ടുള്ള ജനകീയമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, മൂവ്മെന്റുകൾ ഉണ്ടായി വരണം. ഈ ആം ആദ്മി മൂവ്മെന്റ് ഒക്കെ തന്നെ വലിയൊരു പരിധി, പൊളിറ്റിക്സ് ഇല്ലെങ്കിൽ പോലും അത്തരമുള്ള പ്രസ്ഥാനങ്ങളായിരുന്നു. അപ്പോൾ പക്ഷേ അതിന് മാവോയിസം അല്ല മറുപടി. പക്ഷേ ഇങ്ങനെയുള്ള നേരത്തെ ശിശുവ ചൂണ്ടിക്കാണിച്ച പോലെ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടായി വരുമ്പോൾ ഇവരെല്ലാം തന്നെ നക്സലുകളായി മുദ്ര കുത്തുന്ന, പണ്ടുണ്ടായിരുന്നു വാജ്പേയി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചില വിവരമില്ലാത്ത കമ്മ്യൂണിസ്റ്റൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. ഇന്ത്യ സംസ്കാരത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അവനെ ഫാസിസ്റ്റ് എന്ന് വിളിക്കും. അങ്ങനെ അതിലേക്ക് കൂട്ടി. അതുപോലെ ഈ എന്ത് പറഞ്ഞാലും ഏതെങ്കിലും നമ്മുടെ സമൂഹത്തിലുള്ള ചില തെറ്റുകൾക്കെതിരെ, ഇപ്പോൾ സ്ത്രീ പീഡനം ഉൾപ്പെടെയുള്ള വിഷയം, ആദിവാസികളുടെ നടത്തുന്ന കുടിയേറ്റക്കാർ നടത്തുന്ന ചൂഷണത്തിന് എന്തിനും പറഞ്ഞാൽ അവൻ നക്സലായി മുദ്ര കുത്തുന്ന ഒരു സംഭവമുണ്ട്. പലരും പോലീസിനൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ നമ്മൾ തന്നെ നശിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ കൂടി സ്വയം വിമർശനാത്മകമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നവ നീക്കങ്ങളെ, പ്രത്യേകിച്ച് ഇപ്പോൾ അറിയാം രാഹുൽ ശിശുപാലനും ഉൾപ്പെടെ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് ദുരിതം
പോലീസിൻ്റെ ഭാഗത്തു നിന്ന്. നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പ്രദേശങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കൊക്കെ AK-47 ഉപയോഗിക്കാൻ പരിശീലനം നൽകി കഴിഞ്ഞിരിക്കുന്നു തണ്ടർ ബോൾട്ട്. രൂപേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സംയുക്ത സേനയാണ്, 3 സംസ്ഥാനങ്ങളിലെ പോലീസ് സംയുക്തമായി ഉണ്ടാക്കിയ സേനയാണ് രൂപേഷിനെ പിടികൂടിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്നത്തെ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ഒരു അഭിപ്രായ പ്രകടന പ്രകാരം ഇതൊരു പിടികൂടലിനപ്പുറത്ത് ഇതിലൊരു കീഴടങ്ങലിൻ്റെ ഒരു സ്മെൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് കൂടിയുണ്ട്. നമ്മുടെ ഇപ്പോൾ സുനിൽ കുമാർ ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ആദ്യം മുതൽ ഈ മാവോയിസ്റ്റ് പ്രവർത്തനത്തിനും പോലീസിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ്. സുനിൽ കുമാർ, എന്തായിരിക്കും, നമുക്കറിയാം ഈ കരുമത്താമ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലം കോയമ്പത്തൂരിലെ അവിനാശി റോഡിൽ നഗരത്തിൽ നിന്ന് അവിടെ വനപ്രദേശമൊന്നും അല്ല. ഇവർ 5 പേര് ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് വളരെ കൃത്യമായി വന്ന് അറസ്റ്റ് ചെയ്യുന്നു, റിമാൻഡ് ചെയ്യുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു. ഇതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും പ്ലാൻ, മാസ് ഓപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായി തോന്നുന്നുണ്ടോ ശ്രീ സുനിൽ കുമാർ? മാസ് ഓപ്പറേഷൻ പറഞ്ഞോളൂ, കേൾക്കാം. മാസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കുറെ നാളുകളായിട്ട് പോലീസ് ഇവരെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പോലീസ് അവരുടെ ദൗത്യം പൂർത്തീകരിക്കി എന്ന് വേണം പറയാൻ. അല്ല, ഈ തണ്ടർ ബോൾട്ട് എന്ന് പറയുന്ന സംവിധാനം ഒരുപാട് കോടിക്കണക്കിന് രൂപ ചെലവാക്കി രൂപേഷ് പോൾ എന്ന ഭീകരനെ പിടികൂടാനായി, അല്ലെങ്കിൽ രൂപേഷിന്റെ കൂട്ടത്തിലുള്ളവരെ 6 ജില്ലകളിൽ വിന്യസിച്ചെടുക്കുന്ന മാവോയിസ്റ്റുകളെ പിടികൂടാനായി ഉണ്ടാക്കിയ തണ്ടർ ബോൾട്ടിന് ഇനി പ്രസക്തി ഇല്ലല്ലോ. തണ്ടർ ബോൾട്ട് പ്രസക്തി ഇല്ല എന്ന് പറയാൻ കഴിയില്ല. രൂപേഷിൽ ഒതുങ്ങില്ലല്ലോ മാവോയിസ്റ്റ് പ്രസ്ഥാനം. മാവോയിസ്റ്റ് പ്രസ്ഥാനം ഒരു തുടർച്ചയല്ലേ? അല്ല, ഇപ്പോൾ ഇനിയിപ്പോൾ രൂപേഷ് ഒരുപക്ഷെ ആ കൂട്ടത്തിൽ ഒരു മിതവാദിയായിട്ടാണോ സുനിൽകുമാറിന് തോന്നിയിട്ടുള്ളത്? അല്ലെങ്കിൽ രൂപേഷിന്റെ ഭാവി എന്തായിരിക്കും ഇനി പോലീസ് കസ്റ്റഡിയിൽ പോലീസ് പിടികൂടിയതിനു ശേഷം? രൂപേഷിനേക്കാൾ തീവ്രവാദികളായിട്ടുള്ളവരാണ് രൂപേഷിന്റെ കീഴിലുള്ള മറ്റ് സഹപ്രവർത്തകർ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഒരു നയീം എന്ന് പറഞ്ഞ ഒരാളെ തിരുവനന്തപുരത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അത് ആന്ധ്രയിലെ K. രാമുലു വധവുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ കേരളം ഇതിൻ്റെ ഒരു കേന്ദ്രമായി പല രീതിയിലും വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണല്ലേ? കേരളത്തിൽ മാവോയിസ്റ്റ് പ്രസ്ഥാനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളും എല്ലാം അതിനനുകൂലമാണ്. അതാണ് അതിനൊരു പ്രധാന ഘടകം. ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇന്ന് ഒക്കെ വന്നിട്ടുള്ള പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നതും യുവജനങ്ങൾ വളരെയധികം ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ വിദേശ ഇടപെടലുകൾ, നമുക്കറിയാം ഒരു ജോനാഥൻ ബോർഡ് എന്ന് പറഞ്ഞ ഒരാളെ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. പിന്നീട് ഹൈക്കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയത്. അതോടൊപ്പം തന്നെ സിനോജ് എന്ന രാജൻ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനിടെ മലപ്പുറത്ത് വെച്ച് കൊല്ലപ്പെടുകയുണ്ടായി. ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണോ? ഇത്തരം കേസുകളൊക്കെ ഈ ജോനാഥന്റെ കാര്യത്തിൽ എത്രത്തോളം ബന്ധമുണ്ടെന്ന് പറയാൻ കഴിയില്ല. സിനോജിന്റെ മരണം മാവോയിസ്റ്റ് ആണെന്ന് അവർ തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അത് അവരുടെ കാട്ടുതീ എന്ന പ്രസിദ്ധീകരണത്തിലൂടെ വളരെ വ്യക്തമായിട്ട് മാവോയിസ്റ്റുകൾ അത് പറഞ്ഞിട്ടുള്ളതാണ്. ശ്രീ സുനിൽകുമാർ, ഒരു ചോദ്യം കൂടി. അതായത് രൂപേഷിന്റെ പേരിൽ അല്ലെങ്കിൽ രൂപേഷിന്റെ ഭാര്യയുടെ പേരിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട കുറ്റങ്ങൾ ചുമത്തപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ടോ? അതിൽ എന്തെങ്കിലും രീതിയിൽ കഠിനമായ ശിക്ഷകൾ ലഭിക്കാൻ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ഇതുവരെ മനസ്സിലാക്കിയതനുസരിച്ച് ഷൈനക്കെതിരെ അത്തരത്തിലുള്ള ഒരു കുറ്റം നിലനിൽക്കുന്നില്ല എന്നാണ്. അപ്പൊ അതിനർത്ഥം അവർക്ക് ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ട്? ജാമ്യം ലഭിക്കേണ്ടതാണ്, അവർക്ക് സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായുമായി ബന്ധപ്പെട്ടാലും അത്തരത്തിലുള്ള ഒരു ചില അഭിപ്രായങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ശ്രീ ഫിലിപ്പം പ്രസാദ്, നമുക്കറിയാം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഞങ്ങളുടെയൊക്കെ തലമുറയ്ക്ക് മുമ്പ് നക്സലൈറ്റ് പ്രസ്ഥാനം രൂപം കൊള്ളുമ്പോൾ വനപ്രദേശങ്ങളിൽ തമ്പടിച്ചിരുന്നു. രഹസ്യമായിട്ടുള്ള ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു, പോലീസ് സ്റ്റേഷൻ ആക്രമണങ്ങളുണ്ടായിരുന്നു, 1-2 പേർ രക്തസാക്ഷികളായിട്ടുണ്ട്. ആ ഒരു മോഡസ് ഓപ്പറാൻഡി ഇപ്പോഴും പ്രസക്തമാണോ? എങ്ങനെയാണ് അതിന് ഇങ്ങനെ ജീവൻ വീണ്ടും തിരിച്ചു ലഭിക്കുന്നത്? അല്ല, അതുപോലത്തെ ഒരു നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ പുനരാവർത്തനമല്ല ഇപ്പോൾ നടക്കുന്നത്. വളരെ വ്യത്യസ്തമാണ്. കേരളത്തിൽ നക്സലൈറ്റ് പ്രസ്ഥാനം അപാരമായ ശക്തി ആർജിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതിശയോക്തിയാണ്. കേരളത്തിലെ ബുദ്ധിജീവികൾക്കിടയിലെ വളരെ ചെറിയൊരു ന്യൂനപക്ഷത്തിനെ അപ്രോച്ച് ചെയ്യാനേ അവർക്ക് കഴിയുന്നുള്ളൂ എന്ന് മാത്രമല്ല, അത്തരം ഒരു കടുത്ത ത്യാഗത്തിന് തയ്യാറായ ഒരു തലമുറ ഇന്ന് കാണാൻ വ്യക്തികളെ പോലും കിട്ടാൻ പ്രയാസമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ രൂപേഷ് എന്ന് പറഞ്ഞ ആളും 4 പേരെയും കൊല്ലാതെ കോടതിയിൽ പോലീസ് ഹാജരാക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും
ഈ നിയമപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, റൂൾ ഓഫ് ലോ നടപ്പിലാകണം, പോലീസ് തോന്നിയാസം കാണിച്ച് മനുഷ്യരെ വെടിവെച്ച് കൊല്ലരുത്, അറസ്റ്റ് ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കാതെ വെടിവെച്ച് കൊല്ലുന്ന സമ്പ്രദായത്തിന് ഒരു വിരാമം കാണുന്നു എന്നുള്ളൊരു പോസിറ്റീവ് ഫാക്ടർ ഉണ്ട് ഇതിനകത്ത്. ആദ്യമായിട്ടാണ് പോലീസ് ഒരാളെ പിടിച്ചിട്ട് കാട്ടിലൊന്നുമല്ല, പരസ്യമായി പിടിച്ച് 4 പേരെയും ഒരുമിച്ച് ഒരു കൊട്ടയ്ക്കകത്ത് മുട്ട സൂക്ഷിച്ച് കൊണ്ടുപോകുന്ന പോലെ സൂക്ഷിച്ച് എടുത്തുകൊണ്ട് കോടതിയിൽ കൊണ്ടുപോയി കോടതിയിൽ നിന്ന് തിരിച്ച് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോകുന്ന അതിമനോഹരമായ പോസിറ്റീവ് കാഴ്ചയ്ക്ക് ഇന്ത്യ ആദ്യമായിട്ടാണ് സാക്ഷ്യം വഹിക്കുന്നത്. കിട്ടുന്നവരെയെല്ലാം ഒന്നുകിൽ ധർമാവരം റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ വനത്തിൻ്റെ അതിർത്തിയിൽ വെച്ച് കൊന്നു തീർക്കുന്ന ഈ 3 സംസ്ഥാനങ്ങളിലെയും പോലീസ് ഏകോപിപ്പിച്ച് ഇത്ര പോസിറ്റീവായി നിയമവിധേയമായി സുന്ദരമായി റൂൾ ഓഫ് ലോ പാലിച്ചതിൽ അഭിനന്ദനങ്ങൾ പറയുന്നു. കള്ളക്കളിയാണെങ്കിൽ പോലും അതിന് അഭിനന്ദനങ്ങൾ. താങ്കളുടെ ഈ സംശയം നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്, ഈ മലപ്പുറത്തെ വനമേഖലയിൽ, പാലക്കാട്, അട്ടപ്പാടി വനമേഖലകളിൽ ഒക്കെ ഇവരുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിലമ്പൂർ കാടുകളിലെ മുണ്ടേരി ആദിവാസി കോളനിയിൽ ഇവർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒരുപാട് ആദിവാസികൾ 60ഓളം പേർ പങ്കെടുത്തെന്നുള്ള രഹസ്യ റിപ്പോർട്ട് പോലീസിനുണ്ട്. നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ വിശക്കുന്നവന് ഇത്തരം സ്വാഭിമാനമൊന്നും വേണ്ട എന്നുള്ളതാണോ താങ്കളുടെ? വിശക്കുന്നവൻ്റെ വിശപ്പിൻ്റെ പരിഹാരം അന്നദാനമാണെന്ന് പറഞ്ഞു വരത്തല്ലേ, കഷ്ടമാണ്. ആത്മാഭിമാനത്തോടുകൂടി അവനവൻ്റെ വേർപ്പ് ചിന്തി തൊഴിൽ ചെയ്ത് അവനവൻ്റെ ആഹാരം ആത്മാഭിമാനത്തോടുകൂടി സമ്പാദിക്കുന്നതാണ് വിശപ്പിനുള്ള പരിഹാരം. ഇല്ലാതെ അന്നദാനം ഏമാൻ്റെ മുമ്പിൽ കൈനീട്ടി നിന്ന് അന്നദാനം വാങ്ങലല്ല വിശപ്പിനുള്ള പരിഹാരം. അങ്ങനെ ആരും ധരിച്ചു വെക്കരുത്. അങ്ങനെ ധരിച്ചാൽ ആത്മാഭിമാനമുള്ള മനുഷ്യർ അതിനെ ചെറുത്ത് നിൽക്കുകയുള്ളൂ. ഇല്ലാതെ അന്നദാനത്തിന് വേണ്ടി വരിവരിയായിട്ട് ഇരുന്ന് തരാൻ കിട്ടില്ല. ഇത് ഞാൻ വലിയ അർത്ഥത്തിലാണ് പറയുന്നത്. ദാനധർമ്മങ്ങളിലൂടെ നമുക്ക് ലോകം നന്നാക്കി കളയാം എന്നാരും പറഞ്ഞു കളയല്ലേ. ശ്രീ രാഹുൽ ഈശ്വർ, എന്താണ് പ്രതികരണം? അന്നദാനങ്ങളിലൂടെ വേണം എന്ന് ആരും ഇവിടെ പറഞ്ഞില്ല. അതേപോലെ തന്നെ ദുരഭിമാനം നിമിത്തം ഇനിയും വരാൻ പോകുന്ന വസന്ത ഇടിമുഴക്കം കഴിഞ്ഞു മാത്രമേ മക്കൾക്ക് ആഹാരം കൊടുക്കാൻ കഴിയൂ എന്ന് ചിന്തിക്കുന്ന ഒരു പിന്നോക്ക വിഭാഗക്കാരനും ആദിവാസിയും ഇല്ല. നമുക്കിവിടെ വളരെ ബാലൻസ്ഡ് ആയ ഒരു അപ്രോച്ച് വേണം. അതുകൊണ്ടാണ് ഗവൺമെന്റ്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ഈ നാട്ടിലെ സ്പിരിച്വൽ ഓർഗനൈസേഷൻസ് അടക്കം ഇത്തരം ഏരിയയിൽ അവരുടെ വിദ്യാഭ്യാസം, അവരുടെ അടിസ്ഥാന സൗകര്യ വികസനം, അവരുടെ ആഹാരം തുടങ്ങിയ കാര്യങ്ങൾ വേണം. നമുക്ക് ഏതെങ്കിലും ഒരു വിശുദ്ധ പുസ്തകം, അത് മതപുസ്തകമാണെങ്കിലും പ്രത്യയശാസ്ത്ര പുസ്തകമാണെങ്കിലും നമുക്ക് കഴിക്കാൻ കഴിയില്ല. ഈ ജനതയ്ക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങളാണ് പ്രധാനം. ആ ജീവിത പ്രശ്നങ്ങളെ ഗവൺമെന്റ് തന്നെ അഡ്രസ് ചെയ്യണം. അവർക്ക് റൈറ്റ്സ് ഉണ്ട്, അവർക്ക് അവരുടേതായ അവകാശങ്ങളുണ്ട്. ആ റൈറ്റ്സ് അവരിലേക്ക് എത്തിക്കണം. അവരുടെ ലാൻഡ് കയ്യേറാൻ പാടില്ല. അവർക്ക് വികസനം വേണം, എഡ്യൂക്കേഷൻ വേണം. പക്ഷേ പലപ്പോഴും മാവോയിസ്റ്റുകൾ ചെയ്യുന്ന എന്താണ്? ആ വികസനത്തെ തടയുകയാണ്. ഇവരുടെ ഏരിയയിലുള്ള സ്കൂളുകൾ ബോംബ് വെച്ച് തകർക്കുകയാണ്. ആദിവാസി കുട്ടികളെ ഷീൽഡായി ഉപയോഗിച്ചുകൊണ്ട് വികസന പ്രക്രിയയെ തടയാൻ നോക്കുകയാണ്. നമ്മുടെ പോലീസുകാർ എത്ര പേര് മരിച്ചു വീഴുന്നു? നമ്മുടെ നാട്ടിലെ ഇന്റലക്ച്വൽസ് കണ്ടിട്ടില്ലേ? 2 മാവോയിസ്റ്റുകൾ മരിച്ചാൽ അവർ കണ്ടംനേഷനുമായിട്ട് വരും. അവർ ഒരുപാട് നിഷേധക്കുറിപ്പുകൾ നടക്കും, മനുഷ്യാവകാശ ലംഘനമാണെന്ന് പറയും. 75 പട്ടാളക്കാർ മരിച്ചാൽ ഇവിടെ ആരും കണ്ണീര് പൊഴിക്കാൻ കാണില്ല. അപ്പൊ ആ അർത്ഥത്തിൽ ലോപ്പ് സൈഡഡ് ആവരുത്. ഗവൺമെന്റ്, ജനാധിപത്യം, ആ രീതിയിലുള്ള വികസന പ്രക്രിയ തന്നെയാണ് ആത്യന്തികമായ ഉത്തരം. വിപ്ലവവുമല്ല, വേദാന്തവുമല്ല, അടിസ്ഥാന സൗകര്യ വികസനം തന്നെ നമുക്ക് വേണം. ഈ പ്രത്യയശാസ്ത്ര പോരാട്ടങ്ങൾ ഒരു ബാലൻസ്ഡായി, രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു ബാലൻസ്ഡായി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നതാണോ ശ്രീ ഫിലിപ്പം പ്രസാദ്? അതല്ല, ഇതിനകത്ത് ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒന്നും പ്രശ്നമില്ല. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് പ്രശ്നം പരിഹരിക്കുന്നത്. കേരളത്തിലെ ആദിവാസി പ്രശ്നമല്ല ജാർഖണ്ഡിലെ ആദിവാസി പ്രശ്നം, ജാർഖണ്ഡിലെ ആദിവാസി പ്രശ്നമല്ല ബംഗാളിലെ ഇപ്പോഴത്തെ ആദിവാസി പ്രശ്നം. ഇതൊക്കെ ഓരോ സ്ഥലത്ത്. മിസോറത്തിലെ ആദിവാസി പ്രശ്നം വേറെയാണ്. ഇതെല്ലാം ഒരേ യാഡ് സ്റ്റിക്ക് വെച്ച് അളന്ന് തിരിക്കാൻ ഇന്ത്യ പോലുള്ള വൈവിധ്യമാർന്ന ഒരു രാജ്യത്ത് കഴിയില്ല. അപ്പോൾ ഓരോന്നിനും ഓരോ സ്ഥലത്തും ഓരോ പരിഹാരമാണ് വേണ്ടത്. ഒരു പ്രത്യയശാസ്ത്ര യാഡ് സ്റ്റിക്ക് ഹിന്ദു യാഡ് സ്റ്റിക്ക് ആയാലും പറ്റില്ല, മാർസിയൻ യാഡ് സ്റ്റിക്ക് ആയാലും പറ്റില്ല. ഒറ്റ വടി വെച്ച് ഇതെല്ലാം അളന്ന് കളയാം എന്ന് ഇന്ത്യയെ പോലൊരു രാജ്യത്ത് നടക്കാത്ത കാര്യമാണ്. ഓരോന്നിനും അതാത് സമയത്ത് സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്ന നക്സലൈറ്റ് പ്രസ്ഥാനം പോലും ഇന്ത്യ ഗവൺമെൻറ്റിനെ തട്ടി ഉണർത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴല്ലേ തുടങ്ങിയത്? കഴിഞ്ഞ 60 കൊല്ലമായിട്ട് കൊടുക്കുന്നതെല്ലാം സ്പൂൺ തിന്നു തീർക്കുകയല്ലായിരുന്നോ? ആദിവാസിക്ക് വേണ്ടി കൊടുക്കുന്ന സ്പൂണ് മുഴുവൻ നെയ്യും ചാപ്പിടുന്നു. ആദിവാസിക്ക് വെള്ളം പോലും കിട്ടുന്നില്ല.
ആദിവാസിയിലേക്ക് എത്തിക്കുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റ് മുഴുവൻ 100 രൂപ ആദിവാസിക്ക് കൊടുക്കുകയാണെങ്കിൽ 99 രൂപയും ഇവൻ തിന്നു തീർക്കുന്ന ഉദ്യോഗസ്ഥന്മാർ 1 രൂപ പോലും അവൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല. ഈ സംവിധാനത്തിന് മാറ്റം വരാൻ തുടങ്ങിയോ? അത് നക്സലൈറ്റുകളുടെ ശ്രദ്ധയാകർഷിക്കൽ പ്രമേയമാണ്. നക്സലൈറ്റുകൾ ഒരു പാർലമെൻറ്റ് ജനാധിപത്യ സമ്പ്രദായത്തിലെ ഒരു ശ്രദ്ധയാകർഷിക്കൽ, ഇതാ നോക്കിക്കോ ഇതാ എന്ന് പറയുന്ന ഒരു ശ്രദ്ധയാകർഷിക്കൽ പ്രമേയമേ ആകുന്നുള്ളൂ ജനാധിപത്യ സംവിധാനത്തിൽ നക്സലൈറ്റ് പ്രസ്ഥാനം പോലും. ശ്രീ രാഹുൽ പശുപാലൻ, പലപ്പോഴും ഇപ്പോൾ ശ്രീ ഫിലിപ്പം പ്രസാദ് ആണെങ്കിലും കെ അജിതയാണെങ്കിലും കെ വേണു ആണെങ്കിലും ഒരുപാട് പേർ വളരെ തീവ്രമായ ഇടതുപക്ഷ അല്ലെങ്കിൽ മാവോയിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് പിൽക്കാലത്ത് വളരെ മോഡറേറ്റായി പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരുടെ ചെറുപ്പകാലത്തെ തീക്ഷ്ണമായ ഒരു ചിന്താധാരണയിലൂടെ അവർ മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പോഴത്തെ യുവതലമുറ എങ്ങനെയാണെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? സമരമുഖങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ആവേശത്തിനപ്പുറത്ത് അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവാറുണ്ടോ? ആദ്യം തന്നെ ശ്രീ ഫിലിപ്പേട്ടൻ പറഞ്ഞതിൽ ഒരു കാര്യം പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കാതാണ് രാഹുൽ ഈശ്വർ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് വിശക്കുന്നവൻ്റെ മുന്നിൽ അടിസ്ഥാന സൗകര്യ വികസനം അല്ലെന്നുണ്ടെങ്കിൽ ഭക്ഷണം വേണമെന്നാണ്. പക്ഷേ അത് അവൻ ഒരു പ്രത്യയശാസ്ത്രത്തിലും വിശ്വസിക്കാതെ ആകരുത് എന്നാണ്. അതിനർത്ഥം നമ്മൾ ഈ അടിസ്ഥാന സൗകര്യ വികസനം അല്ലെന്നുണ്ടെങ്കിൽ ലാൻഡ് അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം ഇതൊന്നും ഗവൺമെൻറ് ദാനമായി കൊടുക്കുന്നതല്ല, അവരുടെ അവകാശങ്ങളാണ്. അത് അവർ നേടിയെടുക്കാൻ അവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിലൂടെ അവർ സമരം ചെയ്ത അവകാശങ്ങൾ പിടിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരെല്ലാം പഴയ കാലത്ത് മുമ്പ് തീവ്രമായ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിച്ചിരുന്നു എന്നതുകൊണ്ട് അതിനുശേഷം അവർ അതിനെ വിട്ട് ജനാധിപത്യത്തിൻ്റെ പാതയിൽ വന്നതുകൊണ്ട് അവർ വിശ്വസിച്ചിരുന്ന പ്രത്യയശാസ്ത്രങ്ങൾ മുഴുവൻ തെറ്റാണെന്നല്ല, അവർ സ്വീകരിച്ച വഴിയിലാണ് അവർ മാറ്റം വരുത്തിയത്. അല്ലാതെ പ്രത്യയശാസ്ത്രപരമായി അവർ വിശ്വസിക്കുന്ന കമ്മ്യൂണിസവും അല്ലെന്നുണ്ടെങ്കിൽ സമത്വവും ഒന്നും തെറ്റായിരുന്നു എന്നല്ല. അതിനവർ സ്വീകരിച്ച വഴി ജനാധിപത്യത്തിൽ നിന്നും മാറി അതിൽ തോക്കിനുകളിലൂടെ വിപ്ലവം കൊണ്ടുവരാന്നുണ്ടെങ്കിൽ വയലൻസിൻ്റെ പാത സ്വീകരിച്ചതാണ് തെറ്റായിരുന്നുവെന്ന് ബോധ്യപ്പെട്ട് അവർ അതിൽ ജനാധിപത്യത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. ഇന്നത്തെ അവസാനമായി രൂപേഷുമാരും ഷൈനമാരും ഇനിയും ഉണ്ടാകുമോ? എന്ത് തോന്നുന്നു? അല്ല, അത് ഈ വ്യവസ്ഥയുടെ സൃഷ്ടിയാണ്. രൂപേഷും ഷൈനയും ഒക്കെ വ്യവസ്ഥയുടെ സൃഷ്ടിയാണ്. ഇത്തരം പ്രത്യയശാസ്ത്രങ്ങളുടെ നേതാക്കളെ പിടിച്ച് ജയിലിലടച്ചാൽ ഇല്ലാതാകുന്നതല്ല ഇത്തരം പ്രത്യയശാസ്ത്രങ്ങളും ഇതിൽ നിന്നും ഉയർന്നു വരുന്ന ഇത്തരം നേതാക്കളും അല്ലെങ്കിൽ മാവോയിസ്റ്റുകളും. അതിന് അടിസ്ഥാനപരമായി കാരണങ്ങൾ എന്താണ്? എവിടെയാണ് ഈ പ്രസ്ഥാനത്തിന് വളരാനുള്ള വിത്തുകൾ വേരൂർത്തി വളരാനുള്ള നിലമുള്ളത്? ഈ ആദിവാസി ഊരുകളിൽ അല്ലെങ്കിൽ ആദിവാസികൾക്കിടയിൽ എങ്ങനെയാണ് ഈ പ്രസ്ഥാനങ്ങൾ വളരുന്നത്? അത് ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയും ഇവിടെയുള്ള അഴിമതിയും അവർക്ക് വേണ്ട അവകാശങ്ങൾ കൊടുക്കാതിരിക്കുകയും അവരുടെ ജീവിതം നരകത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളായും താങ്കൾക്കും തോന്നുന്നുണ്ടോ ഈ ജീവിക്കാൻ സമ്മതിക്കാത്ത ഭരണകൂടത്തിന്റെ ഒരു നിലപാടുകളാണ് ഇത്തരം പ്രസ്ഥാനങ്ങളും ഇത്തരം ഇടപെടലുകളും ചെറുപ്പക്കാരുടെ ഇത്തരം തീവ്ര പ്രസ്ഥാനങ്ങളിലേക്കുള്ള ഇറങ്ങിപ്പോക്കും എന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞാൻ ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യം പറയാം. അരി തരാത്ത തുണി തരാത്ത പണി തരാത്ത ഭരണമേ തകരു തകരു തകരുതിൻ്റെ കൊടിമരങ്ങൾ തകരണം. ഇത് ഇന്നും പ്രസക്തമാണ്. ആ പഴയ മുദ്രാവാക്യം ഇന്നും പ്രസക്തമാണ്. ഇതൊന്നും പ്രത്യയശാസ്ത്രമൊന്നുമല്ല. ഇതൊക്കെ മനുഷ്യൻ്റെ ദുരിതത്തിൽ നിന്ന് വരുന്ന കണ്ണുനീരിൽ നിന്ന് വരുന്ന രോഷപ്രകടനമാണ്. അത് ഒരു കാലത്തും തീരില്ല. അത് പ്രത്യയശാസ്ത്രം ഏതായാലും. താങ്കൾ സംശയിച്ച പോലെ ഇത് നാടകമാകാതിരിക്കട്ടെ എന്നാശിക്കാം. നാടകമാകുന്നത് നല്ലതല്ലേ? രൂപേഷ് രക്ഷപ്പെടും. പിന്നെ രൂപേഷ് 2 കൊല്ലം കഴിയുമ്പോൾ പൊതുജീവിതത്തിലേക്ക് തിരിച്ചു വരും. പിന്നെ നല്ല മാതൃകയായിട്ട് സമൂഹത്തിൽ നല്ല പയ്യനായിട്ട് മനുഷ്യർ ഇഷ്ടപ്പെട്ടെന്നിരിക്കും. വളരെയധികം നന്ദി ശ്രീ ഫിലിപ്പം പ്രസാദ്, ശ്രീ ഫക്രുദ്ദീൻ അലി, രാഹുൽ ഈശ്വർ, രാഹുൽ പശുപാലൻ, മാധ്യമപ്രവർത്തകരായ സുനിൽകുമാർ, എൻ രാംദാസ്.